സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനു ശേഷം ദിയ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചുവെങ്കിലും പിന്നീടവർ ദിയയ്ക്കും കൃഷ്ണകുമാറിനുമെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് ദിയയും അച്ഛൻ കൃഷ്ണകുമാറും. മൂവർ സംഘത്തിനു മുന്നിൽ കീഴടങ്ങാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിയയും അച്ഛനും ഇവർക്കെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത്. ഈ സംഭവം പുറത്തു വന്നതിനു ശേഷം കൃഷ്ണകുമാർ ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നും മകളും ചേർന്ന് ബലമായി പണം തട്ടിയെടുത്തെന്നും ആരോപിച്ച് ദിയയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. ഈ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുകയാണ് കൃഷ്ണകുമാറും ദിയയും. ഇവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെള്ളിയാഴ്ച ഹർജി പരിഗണിക്കും. ഈ മൂവർ സംഘം നൽകിയ പരാതി വ്യാജമാണെന്നും കൃഷ്ണകുമാർ ഇവർക്കെതിരെ നൽകിയ പരാതിക്ക് പകരമായി ജീവനക്കാർ നൽകിയ പരാതിയാണിതെന്നുമാണ് കൃഷ്ണകുമാർ ഇതിനെതിരെ പ്രതികരിച്ചത്.